റെഡ് കളറാണത്, ഞാൻ എടുത്തില്ല. ഏറ്റവും നല്ല രൂപത്തിൽ കൂടി തന്നെ നിങ്ങള് ഈ സ്പോർട്സ് കാലാവസ്ഥ പ്രതികൂലമായതിന്റെ പേരിലാണ് നമ്മൾ നേരത്തെ തീരുമാനിച്ച ഡേറ്റിൽ നിന്നും മാറ്റി ഇന്നും നാളെയുമായി നടത്താൻ നമ്മൾ തീരുമാനിച്ചത്. അനുകൂലമാണ്. 4 ഹൗസുകളാണ് പ്രാവശ്യം തന്നെയാണ് എഴുതുന്നത്. ഏറ്റവും നല്ല രൂപത്തിൽ കൂടി തന്നെ നിങ്ങള് ഈ സ്പോർട്സ് അദ്ദേഹത്തെയാണ് നമ്മുടെ ഉദാഹരണമായി ലഭിച്ചിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ തൊട്ടടുത്തുള്ള ഓസ്മ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിങ്ങള് കൺവെൻഷൻ സെന്ററിൽ നിങ്ങളോട് ഒരു മീറ്റിംഗ് പ്രവർത്തനങ്ങൾ നടത്താനൊക്കെ ചെയ്യുന്ന പല സന്ദർഭങ്ങളിലായി നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് സന്തോഷം. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനുള്ള ഷെരീഫ് മുഹമ്മദിന് എല്ലാവർക്കും സ്കൂളിന്റെ പേരിലും സ്വന്തം പേരിലും കൃത്യമായി സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് എന്റെ പേരാണ്. ഒന്ന്, നമ്മുടെ സ്കൂളിന്റെ സ്പോർട്സ് ക്യാപ്റ്റനായിട്ടുള്ള അതിനാണ് അതിനായി സ്വാഗതം പിന്നെ ആശംസകൾ അറിയുക. അതിനാണ് പ്രത്യേകം പിന്നെ സ്വാഗതം പറയുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യ വൈസ് പ്രസിഡന്റ് ഷഹീദ അൻസാർ ഇവിടെ ഏറ്റവും എക്സ്ട്രീമിലേക്ക് കൊടുക്കുന്ന മത്സരങ്ങൾ ഉണ്ടായിട്ടുള്ളത് മാത്രമാണ് എനിക്ക് സമയം അനുഗ്രഹിക്കുക. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഉദാഹരണം ചെയ്യാൻ കിട്ടിയിട്ടുള്ള മഹത്വം ഷെരീഫ് മുഹമ്മദ് തായ്ലാൻഡിൽ ഓളപ്പരപ്പുകളിൽ വിജയപൂർവ്വമയച്ച ഷെരീഫിന് പ്രത്യേക സ്വാഗതം ആശംസിച്ചുകൊണ്ട് എല്ലാ ഗ്രൂപ്പുകൾക്കും ഉന്നത വിജയം, എല്ലാവർക്കും ഉന്നത വിജയം ആശംസിച്ചുകൊണ്ട് ഞാനൊരു വാക്കുകളിൽ ഇടാമെന്ന് നമ്മുടെ കാര്യങ്ങള ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഷെരീഫ് മുഹമ്മദിനെ ക്ഷണിക്കുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, അസ്സലാമു അലൈക്കും. എനിക്ക് ഈ ഒരു അവസരത്തിൽ എൻ്റെ കുട്ടിക്കാലം LP UP, ഞാൻ ശരിക്കും UP മുതലാണ് സ്പോർട്സിലോട്ട് വരുന്നത്. ഈ ഒരു കാലഘട്ടം സ്കൂൾ ഏറ്റവും കൂടുതലായിട്ട് ഹൈസ്കൂൾ കാലഘട്ടമാണ് സ്പോർട്സിലോട്ട് കടന്നു വരാനുള്ള ഏറ്റവും ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ശരിക്കും എനിക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായില്ല ഞാൻ സ്പോർട്സിലോട്ട് വരുമ്പോൾ. ഞാൻ സ്പോർട്സിൽ പറഞ്ഞ പോലെ വിചാരിച്ചിരുന്നത് ഞാൻ ജനിച്ച മോഡൽ വെള്ളത്തിലാണ്, ജനിച്ച മോഡൽ ഫുള്ള് സ്വിമ്മിങ് ആയാലും സ്പോർട്സിലുണ്ടാക്കിയാണ് എല്ലാവരും ഒരു തോന്നുന്നുണ്ടായിരുന്നത്. ഞാൻ ശരിക്കും സ്വിമ്മിങ് പഠിച്ചത് 2017 എൻഡിങ്ങിലാണ് പ്രൊഫഷണലായിട്ട് സ്വിമ്മിങ് പഠിച്ചത്. പക്ഷെ ആരും വിശ്വസിക്കുന്നില്ല, ഞാൻ ആ ഒരു ടൈമിലാണ് പഠിച്ചതെന്നും. ഇത്ര ഒരു ചെറിയൊരു 7 വർഷം ശരിക്കും 7 വർഷമില്ല ഈ ഒരു കാലഘട്ടത്തിൽ ഇന്റർനാഷണലായിട്ട് പോയി മത്സരിക്കാൻ പറ്റി. പിന്നെ അവിടെ എനിക്ക് ഇപ്പൊ തായ്ലൻഡിൽ കഴിഞ്ഞ ആ ഒരു ചാമ്പ്യൻഷിപ്പിൽ ഒരു ഗോൾഡ് മെഡൽ സിൽവറാണ് കിട്ടിയത്. ശരിക്കും ഈ സ്കൂൾ തലങ്ങളിൽ ഉണ്ടായിരുന്ന മത്സരങ്ങൾ തന്നെയാണ്. അപ്പോ നമ്മളൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും, ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്. എല്ലാവർക്കും ഏറ്റവും ടഫായിട്ടുള്ളത് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കാനുള്ളതാണ്. നിങ്ങളാ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റേജാണ്. സ്കൂൾ ലെവലുള്ള ആ ഒരു ഇവന്റ്സും അതിനുശേഷമുള്ള സബ് ജില്ല, പിന്നെ ജില്ല, പിന്നെ സ്റ്റേറ്റ് മീറ്റ്, നാഷണൽ മീറ്റ്. ഞാൻ ശരിക്കും സബ് ജില്ലയിൽ പ്രൈസ് വന്നിട്ടുണ്ട്, ജില്ലയിലൊന്നും എനിക്ക് പ്രൈസ് വന്നിട്ടില്ല. പിന്നെ എനിക്ക് വന്നിട്ടുള്ളത് ഞാൻ ആർക്കിടെക്ചർ പഠിച്ചപ്പോൾ സ്റ്റേറ്റ് മീറ്റിൽ എനിക്ക് ഫസ്റ്റ് വന്നിട്ടുണ്ട് ഹൈ ജമ്പിൽ. ഞാൻ ഒരു അത്ലറ്റ് കൂടെ ആണ്. ഞാൻ പറഞ്ഞുതരാം, ഈ 3 ഫോർമുല ഇത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഫസ്റ്റ് വൺ നമ്മൾ പാഷൻ
അത് കണ്ടെത്താൻ നിങ്ങൾക്ക് വളരെ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് ഓരോ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തോന്നുന്നത് എന്താണോ, നിങ്ങൾ പുഷ് ചെയ്യുന്നത് എന്തിലാണോ, അതായിരിക്കും നിങ്ങളെ പാഷൻ. പിന്നെ നമുക്ക് രണ്ടാമത് വരുന്നത് ജോയ് ആണ്. ജോയ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ജോയ് എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷം, ഇഷ്ടത്തോടെ ചെയ്യാന്നുള്ളത്, ഹാപ്പിനെസ്. ഇഷ്ടത്തോടെ ചെയ്യാന്നുള്ളത് പാഷനേറ്റ് ആയി കഴിഞ്ഞാൽ ജോയ് പിന്നെ ബൈ പ്രൊഡക്റ്റ് ആണ്, ഇഷ്ടം തന്നെ വന്നോളൂ. പിന്നെ മൂന്നാമത് നമുക്ക് ചെയ്യേണ്ടത് ഹാർഡ് വർക്കാണ്. അത് നമ്മൾ എന്ത് ഹാർഡ് വർക്കിന് എന്താണ് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പോലില്ല. എന്തൊക്കെ വന്നാലും നമ്മൾ എന്താണ് ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ഇപ്പോൾ നമ്മളെല്ലാവരും റൊണാൾഡോനെ അറിയാം, മെസ്സിനെ അറിയാം. മെസ്സി റൊണാൾഡോ ഹാർഡ് വർക്കിംഗ് ആണ്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്കിംഗ് എന്നുള്ള നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന റൊണാൾഡോ. ഞാൻ ശരിക്കും റൊണാൾഡോക്കാരാണ്, മെസ്സിക്കാരൊക്കെയാണ്. എന്നാലും ഇപ്പം പറയാൻ രണ്ടുപേരും എനിക്ക് ഈക്വലാണ്. പക്ഷെ രണ്ടുപേരും ഡിഫറൻസ് സ്കിൽസ് ആണ്. ഡിഫറൻസ് സ്കില്ലുകൾക്ക് വളർന്നു വന്ന രണ്ടുപേരാണ്. സാധാരണക്കാരായ റൊണാൾഡോ. ഹാർഡ് വർക്കുള്ള ഏറ്റവും കാരണം വേൾഡിലെ നമ്പർ 1 ആയ കുട്ടികൾക്ക് വന്നിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് റൊണാൾഡോ. അപ്പൊ നിങ്ങൾ എന്താണ് ഈ മൂന്ന് സംഭവം മുറുകെ പിടിക്കുക ലൈഫിൽ. അതിപ്പോ എഡ്യൂക്കേഷനിലായാലും സ്പോർട്സിലായാലും ഏതൊക്കെയാണ് നിങ്ങൾ കരിയറാക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിൽ നിങ്ങൾ എന്താണ് ഈ പാഷൻ, ജോയ്, പിന്നെ ഹാർഡ് വർക്ക്, ഇതുണ്ടെങ്കിൽ ഇത് മൂന്നും നിങ്ങൾ ഈക്വലായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സക്സസ് എന്ന് പറയുന്ന ലൈഫിൽ എന്തായാലും വന്നു ചേരും. അത് ചിലപ്പോൾ 1 കൊല്ലമായിരിക്കും, 2 കൊല്ലമായിരിക്കും, 5 കൊല്ലമായിരിക്കും, ചിലപ്പോൾ 10 കൊല്ലമായിരിക്കും. അത് നൽകിയാണ് ഈ ഒരു 2024 സ്പോർട്സ് ഡേ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ പ്രഖ്യാപിക്കുകയാണ്. എല്ലാ അത്ലറ്റ്സിനും ആദ്യമായി നല്ലൊരു ക്ലൈമറ്റ് സ്പോർട്സിന് അനുകൂലമായിട്ടൊരു ക്ലൈമറ്റ് ആണ് ഉള്ളത്. ആദ്യമേ ഇതൊന്നുമില്ലാണ്ട് നല്ലൊരു കാലാവസ്ഥ, അതിന് സന്തോഷത്തിന് ആദ്യമായി നന്ദി പറയാനുള്ള. പിന്നെ സാർ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ പാഷൻ ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ കാര്യക്ഷമമായ ഒരു പരിശീലനത്തിലൂടെ നമുക്ക് ഉന്നത വിജയം നേടാനും പിന്നീട് നമുക്കത് ഉപരിപഠനത്തിനൊക്കെ ഉപകാരപ്പെടാൻ പറ്റും. അത് ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം. എന്നാൽ ഈ മത്സരിക്കുന്നതിൽ ഒരു വിഭാഗം ആളുകൾക്ക് നമ്മുടെ സ്കൂളിനെ പോലും പ്രതിനിധീകരിച്ചുകൊണ്ട് വിജയം മത്സരിക്കാൻ പോലും പറ്റില്ല. എന്നാലും ആരും അതിൽ നിരാശ പ്രതീക്ഷ കൈവിടുകയോ ചെയ്യരുത്. എന്താ വെച്ചാല് നമുക്ക് വിജയം പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ ടീച്ചർമാരെ, അതായത് ഹെഡ് മാസ്റ്റർ ബഷീർ സാറ്, ഉദ്ഘാടനം ചെയ്യാവുന്ന ഷമീം കെ മുഹമ്മദ് സാറ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നും നാളെയുമായി നമ്മളെ കായികമേളം തുടങ്ങിയാണ്. അപ്പം എല്ലാവരും നല്ലപോലെ കളിച്ച് ഉന്നത വിജയം നേടുവാൻ ക്യാപ്റ്റനായ നിലയിൽ ഞാൻ ആശംസിക്കുന്നു. പിന്നെ ചാമ്പ്യന്മാരാവാനും അതേമാതിരി ഇപ്പൊ നമുക്കറിയാലോ കുറെ പേരും അപ്പൊ അതിലേക്കൊന്നും ആരും പോവാതെ നമുക്ക് അതിലേക്ക് കൂടുതൽ നമുക്ക് കഴിയും. അതുകൊണ്ട് എല്ലാവരും അതിന് കഴിയണം എന്ന് ഞാൻ പറയുന്നു. MIT സ്കൂൾ 2024-25 ഇന്നും നാളെയുമായി നടക്കുന്ന നമ്മുടെ സ്കൂൾ കായികമേളയുടെ ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ നിർവഹിച്ചത്. അതിന് നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. ആദ്യമായി സ്വാഗതം ആശംസിച്ച സാബു മാസ്റ്റർക്ക് ഞാൻ നന്ദി പറയുന്നു. ഇന്ന് ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയ, ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയ പ്രിയപ്പെട്ട നമ്മുടെ ദേശീയ നീന്തൽ ചാമ്പ്യനായ ഷമീം കെ മുഹമ്മദിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ആശംസ അറിയിച്ച PTA വൈസ് പ്രസിഡന്റ് ഷഹീദ് സർ, സ്കൂൾ സ്പോർട്സ് ചാമ്പ്യൻ അതിനാൽ ഇവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. Boy